എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്ന ദിൽകുഷ് അല്ലെങ്കിൽ കോക്കനട്ട് ബൺ അല്ലെങ്കിൽ തേങ്ങാ ബൺ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ഇതിനു മുൻപ് അവൽ സ്റ്റഫ് ചെയ്തിട്ട് ഒരു ബൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി വീണ്ടും സൗണ്ട് ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ദിൽകുഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിനാണ് എടുത്തിട്ടുള്ളത്. 240 ml ഒരു കപ്പാണ് ഒരു കപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൈദയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അല്ലാത്ത ഈസ്റ്റാണെങ്കിൽ പുളിപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ബണ്ണിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ട് ഈ ഒരു ബണ്ണിന് കുഴച്ചെടുത്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ അല്ലെങ്കിൽ നെയ്യ് അല്ലെന്നുണ്ടെങ്കിൽ ഉരുക്കിയ വെണ്ണ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിത് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പ് വെള്ളം വേണ്ടി വന്നു ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ മൈദയുടെ ടൈപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് നമ്മുടെ ഈ ഒരു മാവ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 8 മിനിറ്റോളം ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ചെറിയ ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് 1 മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങി വരാനായിട്ട് എടുക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഡെസിക്കേറ്റഡ് കോക്കനട്ടോ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ടൂട്ടി ഫ്രൂട്ടി. അപ്പോൾ ഇത് ഇവിടെ കിട്ടുന്ന ഒരു ടൂട്ടി ഫ്രൂട്ടിയാണ്. ഇത് പഴുത്ത പപ്പായ വെച്ചിട്ടുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ടൂട്ടി ഫ്രൂട്ടിക്ക്. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൂട്ടി ഫ്രൂട്ടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒന്നാണ്. ഇതിലേക്ക് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെണ്ണയാണ്, അതായത് ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് പഞ്ചസാരയും തേങ്ങയും ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫില്ലിങ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു തേങ്ങയിലേക്ക് ആ ഒരു പഞ്ചസാരയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും എടുക്കാം, ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ബണ്ണ് സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പേപ്പർ കട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിലേക്ക് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ബട്ടർ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ സ്ക്വയറാക്കി മടക്കിയിട്ട് ഇതുപോലെ ഇതിൻ്റെ നടുക്കൂന്ന് എൻഡ് വരെ വെച്ചിട്ട് മുറിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു പേപ്പർ ഒട്ടിച്ച് വെക്കാം. അപ്പം ഞാനിത് കാണിക്കുന്നത് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബട്ടർ പേപ്പർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒട്ടിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കൈവച്ചിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരുപാട് നേരിട്ട് കുഴക്കണ്ട, ആ ഒരു എയർ ബബിൾസൊക്കെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മാവ് 2ആയിട്ടൊന്ന് നമ്മൾ പകത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 ഈക്വൽ സൈസിലുള്ള ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ദിൽകുഷ് ബൺ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി അളവിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിത്
എങ്ങനെയാണ് ദിൽകുഷ് ബണ്ണാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഓവനിലും അല്ലാതെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന അതേ രീതിയിലാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിന് മേലെ കുറച്ച് പൊടി ഒന്ന് തൂകിയതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഉരുള എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇത് പരത്തുമ്പോൾ പൊടി ഇട്ടിട്ട് പരത്താനായിട്ട് നോക്കുക. ഒരുപാട് കട്ടി കുറച്ചല്ല പരത്തേണ്ടത്, കുറച്ചൊരു 1 ഇഞ്ച് തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. നന്നായിട്ട് തന്നെ ഇത് പരത്തിയെടുക്കുക. ഈ ഒരു മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്കത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ ഇത് പരത്തി ഈ ഒരു ബൺ ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിത് വീണ്ടും ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട് ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ആ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ട്രേയിലേക്കോ നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ആ ഒരു ആദ്യം പരത്തിയത് ഈ ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഈ ഒരു ഫില്ലിങ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിക്കും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ് വേണമെന്നുണ്ടോ അത്രത്തോളം കൂട്ടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് മുഴുവനായിട്ടും ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് കട്ടിയിൽ വെക്കുമ്പോഴാണ് ഈ ഒരു ബൺ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക. കുറച്ചധികം വേണം ഫില്ലിങ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് പോകാതെ മുഴുവനായിട്ടും ഈ ഒരു ഫില്ലിങ് നമ്മൾ ഈ ഒരു മാവിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഫില്ലിങ് മുഴുവൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പകുതി മാവും പരത്തിയിട്ട് അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റം നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് മടക്കി ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ടക്കിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫില്ലിങ് പോകാതെ അതുപോലെ തന്നെ ഈ ഒരു ബൺ വിണ്ട് കീറാതെ ഇരിക്കും. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബണ്ണെല്ലാം ഫില്ല് ചെയ്ത് എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഉടനെ തന്നെ ബേക്ക് ചെയ്യരുത്. ഒരു അരമണിക്കൂറെങ്കിലും ഇത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ബേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നനഞ്ഞ ടവലിട്ട് കവർ ചെയ്തിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ അരമണിക്കൂർ മാറ്റി വെക്കുമ്പം ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറോ സോസ് പാനോ ആണെങ്കിൽ അതും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു നനഞ്ഞ ടവൽ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബൺ ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ ഒരു ബണ്ണിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് പാൽ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയോ മുട്ട മുഴുവനായിട്ടോ നിങ്ങൾക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഈ ഒരു ബൺ കിട്ടും. ഇനി വെജിറ്റേറിയൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പാല് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇതിന് മുൻപ് നമ്മളൊരു അവൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ബൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പാലാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പാൽ ബ്രഷ് ചെയ്താലും നല്ല ഗോൾഡൻ ബ്രൗണിൽ ഈ ഒരു ബൺ കിട്ടും. അപ്പോൾ അവൽ ബൺ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അത് സൗണ്ടൊന്നും ഇടാതെ ഞാൻ പണ്ട് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഈ ഒരു മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രിയിലാണ് ഇത് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. പ്രീഹീറ്റ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓവൻ്റെ സെറ്റിങ്സ് എന്നുള്ളത് കാണിക്കാം. 180 ഡിഗ്രി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓവന് മെയിനായിട്ടും 3-4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ 2 കോയിലും ഹീറ്റാക്കുന്ന ആ ഒരു ഓപ്ഷനാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഞാൻ ഈ ഒരു ട്രേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
നമ്മൾ 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. കറക്റ്റ് 30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ബേക്കായി കിട്ടും. ഈ ഒരു ഓവനിലെ ടെമ്പറേച്ചറും സെറ്റിങ്സും വെച്ചിട്ടാണ് 30 മിനിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കൺവെക്ഷൻ ഓവനിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഈ ഒരു ബൺ ബേക്കായി കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതുപോലെ ബ്രൗൺ നിറമായിട്ട് മുകൾ ഭാഗമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൺ റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മളൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത പാടെ തന്നെ നമ്മളിതിലേക്ക് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഡ്രൈ ആയി പോകാതിരിക്കാനും നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടോടെ തന്നെയാണ് ഈ ഒരു ബണ്ണുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബൺ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കഴിക്കുക. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ കട്ട് ചെയ്യാനൊക്കെ പറ്റുക. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റായിട്ട് ആണ് ഈ ഒരു ബണ്ണ് ഉള്ളത്. നല്ല ടേസ്റ്റിയുമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ഈ ഒരു ബണ്ണിന് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ പുറം ഭാഗത്തിനായാലും അകമയായാലും നല്ല ടേസ്റ്റാണ്. പാൽപ്പൊടിയും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബണ്ണാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ കൂടുതൽ അടിപൊളി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്